മാമീസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുവാണല്ലോ. ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഞാനിന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ഇടുന്നത് കേട്ടോ. അപ്പം നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ ഇത് ഇവനാണ് കേട്ടോ നമ്മുടെ താരം. കത്തിരിക്ക അല്ലെങ്കിൽ വഴുതനങ്ങ അത്യാവശ്യം നല്ല സൈസുള്ളതായിരുന്നേ, വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൽ നമുക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്തൊന്ന് നന്നായിട്ട് തിരുമ്മി ഒരു അരമണിക്കൂർ വെക്കാം. മസാലയായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചുവന്നുള്ളി ഒരു 5-6 അല്ലി, വെളുത്തുള്ളി 5-6 അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ നമ്മൾ സാധാ പരിപ്പിനൊക്കെ ചേർക്കുന്ന പോലുള്ള മസാലകളെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അല്പം ഗരം മസാലയാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാമില്ലെങ്കിൽ വേണ്ട, ഓപ്ഷനിലാണ്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സിക്കകത്തോട്ടിട്ടൊന്ന് നന്നായിട്ടത് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. മുളക് പൊടിയിലെല്ലാം മല്ലിപ്പൊടിയൊക്കെ ചേർന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാത്തത്. ഇനി ഞാനിതൊരു മിക്സിയുടെ ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തല്ലി എടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ചേർക്കുന്നവർക്ക് ചേർക്കാൻ, ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. ഇനി അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇടുന്നത് കുറച്ച് അരിപ്പൊടി അല്ലെങ്കിൽ മൈദപ്പൊടി. ഞാൻ മൈദപ്പൊടിയാണ് ഇടുന്നത്. ഏറ്റവും ബെസ്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അരിപ്പൊടി ഇട്ട് ചെയ്യണേ. പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് തിരുമ്മി വയ്ക്കുക. കറിവേപ്പിലയും കൂടെ ഇടണം, എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ലേ. അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാനൊരു തവ ചൂടാക്കി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മളിത് ഓരോന്നോരോന്നായിട്ടിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരെണ്ണം വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്നേ ഇട്ടുള്ളൂ കേട്ടോ. നമുക്ക് ബാക്കി ചുറ്റും അടുക്കി വെക്കാനുള്ള സ്പേസ് അതിലുണ്ടേ. ഇപ്പം നമ്മുടെ താരം റെഡി ആയിട്ടുണ്ടോ. അപ്പുറം ഇപ്പുറം നന്നായിട്ട് മറിച്ചിട്ട് പൊള്ളിച്ചെടുത്തിട്ട് നമുക്ക് ചൂടോടുകൂടി കഴിക്കാവേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക്